Good morning, guys. Welcome back to another video and welcome back to my channel. എനിക്ക് ഇന്നൊരു പുഷ് ഡേ ആണ്. കറൻ്റ്ലി ഐ എം prepping for my competition. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വിൽ ബി ഡൂയിങ് ഇറ്റ് ലൈക്ക് 2 splits മോർണിംഗ് ആൻഡ് ഈവനിങ്. സോ അപ്പം ലെറ്റ്സ് പാക്ക് അവർ ബാഗ് ആൻഡ് ഗോ ടേക്ക് അവർ പ്രീ വർക്കൗട്ട് മീൽ ആൻഡ് ഗോ ടു ജിം. ബാഗിൽ നമ്മൾ ആസ് യൂഷ്വൽ എടുക്കുന്ന പോലെ തന്നെ വെള്ളം, ടവല്, സോക്സ്, ഹെഡ്ഫോൺസ്, ദെൻ ഷൂസ് ഇതിനകത്തുണ്ട്. പിന്നെ പോക്കറ്റിൽ കിടക്കുന്ന മൈക്കും കൂടെ എടുത്ത് ബാഗിലിട്ടേക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഈ പെർഫ്യൂം അടിച്ചേക്കാം. ലെറ്റ്സ് ഗോ. ഇത് കാണുമ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പോയതാണ് എനിക്ക് ഓർമ്മ വരുന്നു. ബാഗെല്ലാം തൂക്കി ബാക്ക് പാക്കെല്ലാം തൂക്കി നമ്മൾ പണ്ട് സ്കൂളിൽ പോയില്ലായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ്. അപ്പോൾ അതേ നമ്മൾ കിച്ചണിൽ വന്നു. അമ്മ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പ്രപ്പിൽ. ലൈക്ക് എന്നെ കുക്കിംഗ് ആണെങ്കിലും ലൈക്ക് എനിക്ക് പ്രപ്പ് ചെയ്ത് തരാനാണെങ്കിലും. ഓഫ് കോഴ്സ് ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് മീല് പ്രപ്പ് ചെയ്ത് വെക്കും, ചിക്കൻ, എഗ്, റൈസ്. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരാൾ ഉണ്ടത് നമ്മൾ ഒരുപാട് മെൻ്റലി ബാക്കപ്പ് ചെയ്യും. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂട്ടത്തിലാവുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യേണ്ട അവസ്ഥ വരില്ല. കാരണം ഓൾറെഡി നമ്മൾ പ്രെപ്പിലാവുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും മെൻ്റലി. സോ അപ്പം ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്. ലൈക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെന്നുള്ളൂ. പക്ഷെ എന്നാലും ലൈക്ക് വീട്ടിലമ്മ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. സോ അപ്പം ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്സ് എനിക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓൾ ഐ ഹാവ് ടു ഡു ഇസ് പുട്ട് എ സ്കൂപ്പ് ഓഫ് വേ പ്രോട്ടീൻ, മിക്സ് ഇറ്റ്, ഈറ്റ് ഇറ്റ്. സോ അതാണ്. സോ അപ്പോൾ നമുക്ക് ഇതിൽ വെയിറ്റ് ഇട്ട് വിൽ ഹാവ് അവർ പോസ്റ്റ് വർക്കൗട്ട് ആൻഡ് ദെൻ വിൽ ഗോ ടു ദ ജിം. മാംഗോ വേ പ്രോട്ടീൻ. മാംഗോ ഇസ് മൈ ഗോ ടു ഫേവറേറ്റ്. മാംഗോ തന്നെയാണ് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് അധികം സംസാരമൊന്നും ഇല്ലാതെ നമുക്കിത് കഴിച്ചു തീർത്തിട്ട് പെട്ടെന്ന് ജിമ്മിൽ പോവാം. ജസ്റ്റ് ഓൺലി വൺ തിങ്, ലൈക്ക് നിങ്ങൾ പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ആഡ് ഇൻ സം പ്രോട്ടീൻ. നിങ്ങൾ പ്രോട്ടീനും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു മീൽ എടുക്കാൻ നോക്കാം. ലൈക്ക് ഇപ്പോൾ കാർബ് മാത്രമായിട്ട് എടുക്കാതെ ആഡ് സം പ്രോട്ടീൻ. ഇപ്പം എഗ് വൈറ്റ്സ് ആയിക്കോട്ടെ, വേ പ്രോട്ടീൻ ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനും കൂടെ കാർബിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സോ അപ്പോൾ അത് ബാലൻസ് ആവും. So let's finish this and go. Yes, let's go to gym now. പോകുന്ന വഴിക്ക് എനിക്ക് എൻ്റെ കാറൊന്ന് സർവീസിന് കൊടുക്കണം. എന്നിട്ട് അവിടുന്ന് ജിമ്മിലേക്ക് പോകണം. Yeah, let's go. Come on, let's go. If we got this one and നമുക്കിത് അകത്ത് കൊടുത്തിട്ട് ഇവിടുന്ന് പോവാം. So I gave my car here and I'm going back to gym. ജസ്റ്റ് കാറ് കൊടുത്തു. ഇവിടെ നമുക്കിനി നേരെ ജിമ്മിലേക്ക് പോവാം. ഇനി നമ്മൾ നടന്നാണ് ജിമ്മിലേക്ക് പോകാൻ പോകുന്നത്. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റോഡിലൊക്കെ നടന്ന് റെക്കോർഡ് ചെയ്യണേ. ആളുകളൊക്കെ നോക്കുന്നുണ്ട് ഇവരെന്തീ കാണിക്കണമെന്നുള്ളത്. ബേസിക്സ് ചെയ്യാൻ എന്താ അറിയോ, നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നാട്ടുകാരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ചെയ്യാനുള്ളത് ചെയ്യണം. ആൻഡ് ഐ ആം കൺസിഡറിങ് ദിസ് ആസ് മൈ കാർഡിയോ. എനിക്ക് ജിമ്മിൽ ചെന്നിട്ട് ഓൾറെഡി ഒരു 20 minutes കാർഡിയോ ഉണ്ട്. സോ അപ്പം അതൊരു 10 minutes ആയിട്ട് വെട്ടിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഇവിടുന്ന് ജിമ്മിലേക്ക് ഐ തിങ്ക് ഒരു 1 കിലോമീറ്ററോ 1.5 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ 20 minutes കാർഡിയോ ഡണ്ണാണ് അവിടം വരെ ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും. സോ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഹുഡിയൊക്കെ ഇട്ടേക്കണ വെയിലുണ്ട് കേട്ടോ. ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ടില്ല. സോ അപ്പം തലയിൽ വെയിലടിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ഹുഡി ഇട്ടേക്കണേ. കണ്ണ് പഴുത്ത് ചെയ്യാതിരിക്കാൻ. ലൈക്ക് നല്ല സൺലൈറ്റ് ആണ്. സോ അതുകൊണ്ട്. ആൻഡ് ദർ ഇസ് എ പ്രോബ്ലം വിത്ത് മൈ ട്രൈപോഡ് ഓൾസോ. ട്രൈപോഡിൻ്റെ അറ്റം കുറച്ച് ലൂസാണ്. സോ അപ്പോൾ അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ ആംഗിൾ മാറുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ ഇനി എന്താ ചെയ്യേണ്ടത് കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. എനിവേ നമുക്ക് നമ്മുടെ നടത്തം കണ്ടിന്യൂ ചെയ്യാം. ഓൾമോസ്റ്റ് 10 minutes നടക്കാനുണ്ട്. യെസ്, ലെറ്റ്സ് വാക്ക്. ആൻഡ് ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് ദ സിറ്റി സ്റ്റാക്കിങ് എ ട്രൈപോഡ്
ആൻഡ് ടോക്കിംഗ്. കുറേ ആളുകൾ കുറേ നോക്കി നോക്കി പോകുന്ന ആളുകൾ ഇവൻ എന്താ ചെയ്യണേന്ന്. അവർക്ക് ഇത് കണ്ട് പരിചയമില്ലാത്തതുകൊണ്ടാ അങ്ങനെ ചെയ്യാത്ത. എന്നെ കണ്ടാലും മനസ്സിലായില്ല, ഞാൻ ഈ ഹുഡിയൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇട്ടാണ് നടക്കുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ ഫോർ മീ. ഐ എം സോ ഹാപ്പി ഐ എം ഡൂയിങ് ദിസ്. ആൻഡ് വൺ തിങ് ബ്രോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കല്ലേ. ഇഫ് യു ഹാവ് എനി ഡ്രീംസ്, ഇഫ് യു ഹാവ് ടു ഡു സംതിങ് ഇൻ യുവർ ലൈഫ്, ഡു ദാറ്റ്. ഡോണ്ട് തിങ്ക് വാട്ട് others say. Okay, so I am walking. Still ഒരു 2 minutes walk left. വണ്ടിയൊക്കെ വരുന്നുണ്ട്. യെസ്, കുറേ ആൾ വരികയുണ്ട്, നോക്കി നോക്കി പോകുന്നുണ്ട്. അപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ. നാണം പേടി വിചാരിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്. ഗോ ഫക്കിംഗ് ഡു ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓൺലി റൂൾ. ഇഫ് യു ലൈക്ക് സംതിങ്, ഗോ ഡു ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദ മെയിൻ തിങ് ഈസ്, ഇവർ വിചാരിച്ചേക്കണം ഞാൻ എന്തോ ഫോറിനറാന്നാ. ഞാനീ മറ്റേ ക്യാമറയൊക്കെ പൊക്കി പിടിച്ച് സംസാരിച്ച് നടക്കുന്ന കാണുമ്പോഴത്തേക്കും, പിന്നെ ഈ കണ്ണാടിയും ഈ കുട്ടി ബാഗും കുട്ടി നിക്കറും എല്ലാം കാണുമ്പോഴത്തേക്കും ദേ തോട്ട് ദാറ്റ് ഐ എം എ ഫോറിനർ. കുഴപ്പമില്ല, കുറച്ച് ഫോറിൻ ടച്ച് ഇരിക്കട്ടെ. ദേ ഇതാണ് നമ്മുടെ ജിം. ഇസ് റൈറ്റ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സിറ്റി. കണ്ടോ? ഹായ് ഹാടാ. അപ്പം നമ്മൾ ദേ നടത്തൊക്കെ കഴിഞ്ഞ് നടന്നാണ്. എന്ത് ചെയ്താലും വേണം, എന്ത് വെച്ചാലും വേണം, എന്തെടുത്താലും വേണം. എന്ത് വേണ്ടാത്ത എന്തെങ്കിലും വേണ്ടാത്തതായിട്ടുണ്ടോ? തരാൻ നിനക്ക് വീഡിയോയിൽ ഒന്ന് പറ. വ്ളോഗാ. നല്ല രസമുണ്ട്. ആ യൂട്യൂബ് ചാനല് ഗതി പിടിക്കത്തില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലായിടത്തും ഫാൻസാ ഷൂസിന്. അല്ല, നമ്മൾ ഇറക്കുന്നതൊക്കെ കിടക്ക സാധനം ഇറക്കത്തുള്ളൂ. എടാ നീ കണ്ണാടി ഒരു മാറ്റിയില്ലേ? ആ കണ്ണാടി വെച്ച് കാണിച്ചിട്ടൊക്കെ. റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. നിങ്ങൾക്ക് ഇന്ന് ലെഗ് ഡേ ആണോ ഗൈസ്? ലെഗിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടില്ലേ? ഹൈബ്രിഡ് സെറ്റപ്പ്. ആനപ്പുറത്ത് ഇറങ്ങുന്ന പോലൊക്കെ മോളിൽ ഇറങ്ങുന്നത്. സോ നമ്മളിത് നമ്മുടെ നടത്തവും പരിപാടികളൊക്കെ കഴിഞ്ഞ് ജിമ്മിലെത്തി. അപ്പോൾ നമുക്ക് ഇന്ന് ഷോൾഡറാണ്. ഷോൾഡറിൽ ഫ്ലൈ മൂവ്മെൻറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നോ പ്രസ് മൂവ്മെൻറ്റ്സ്, ഓൺലി ഫ്ലൈ മൂവ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐറ്റം ചെയ്യാം. ഐ തിങ്ക് സിംഗിൾ ഹാൻഡ് കേബിൾ ലാറ്ററൽ റൈസ് ചെയ്യാം, കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. വാ, ഈ ഹാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ, ഈ ഹോൾഡിങ് ഉണ്ടോ? യു ക്യാൻ സീ ദിസ് ഹോൾഡിങ്. ഇതാകുമ്പോഴത്തേക്കും കൈ മൂവ്മെൻറ്റ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് വളയൂല, റിസ്റ്റിന് സപ്പോർട്ട് കിട്ടും. സോ അപ്പം യു ക്യാൻ ഗോ വിത്ത് മോർ സ്റ്റെബിലിറ്റി. സോ അപ്പോൾ ഇതിട്ടാ ആദ്യത്തെ 2 വാമപ്പ് സെറ്റും 3 വർക്കിംഗ് സെറ്റ് ചെയ്യാം. സോ വാം സെറ്റ് ആകുമ്പോഴത്തേക്കും വളരെ കുറച്ച് വെയിറ്റ് ഉണ്ടാവുള്ളൂ. ലൈക്ക് ഒരു 12 to 15 നമ്പേഴ്സ് ചെയ്യുക. ഫെയിലിയർ നോക്കുന്നില്ല. നമ്മൾ സെറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്കും സെറ്റ്സ് വിൽ ബി ഫെയിലിയർ. വിൽ ബി ഗോയിങ് ഫോർ ദി സ്മോളർ വെയ്റ്റ്സ്. ഒരു 10 ഇടാം. 10 ഇട്ടിട്ട് we can do the warm up sets, then working set. 1 2 3 4 5. നമ്മൾ നമ്മുടെ വാം അപ്പ് സെറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വർക്കിംഗ് സെറ്റിലേക്ക് പോവാണ്. ബഹളം ഉണ്ടാക്കാറാ വ്ളോഗ് എടുക്കുന്നതാണ് നമ്മൾ. ബഹളം ഉണ്ടാക്കാം. അപ്പോൾ വി ആർ ഗോയിങ് ഫോർ ദ വർക്കിംഗ് സെറ്റ്. വർക്കിംഗ് സെറ്റിന് 3 സെറ്റ്സ് ഉണ്ട്. ഒരുപാട് ലോഡ് ചെയ്യുന്നില്ല. ഐ തിങ്ക് ഐ വിൽ ജസ്റ്റ് ആഡ് ഓൺ 1 more പ്ലേറ്റ്. അതുകൊണ്ട് അത് ഫെയിലിയർ പോവാം. അത് നല്ലത്. കാരണം നമ്മൾ ഒരുപാട് ചെയ്തിട്ട് എനിക്കിനി ഒരു ഇഞ്ചുറി ഒന്നും വരുത്തി വെക്കാൻ വയ്യ. ഓൾറെഡി ഷോൾഡറിന് ചെറിയ പെയിൻ ഉണ്ട്. സോ അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഞാൻ എൻ്റെ ഷോൾഡർ വർക്കൗട്ട് ചെയ്യാൻ എല്ലാം. സോ അപ്പം ലെറ്റ്സ് ഗോ. And we are moving on to our working set. First working set. Let's go. 1 2 3 4 5 6. One more. Oh.
1, 2, 3, 4, 5. ഫിനിഷ്. ഞാൻ എന്താണ് ലൈക്ക് ഒരുപാട് ഹെവി വെയ്റ്റ്സ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് കോമ്പറ്റീഷൻ അടുത്തിരിക്കുക. ഇനി അടുത്തൊരു 7 days ഉള്ളൂ കോമ്പറ്റീഷന്. സോ അപ്പം നമ്മൾ ഒരുപാട് ഹെവി ചെയ്ത് നമ്മൾ മസിൽസിന് എന്തെങ്കിലും ഇഞ്ചുറിയോ കണ്ടീഷൻ വേഴ്സ് ആക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നല്ലത്. ലൈക്ക് ദേ വോണ്ട് ബി എനി മസിൽ ഗ്രോത്ത് എനിമോർ ഈ 6 days. അപ്പോൾ നമ്മൾ ഒരുപാട് ഹൈപ്പോട്രോഫി ചെയ്ത് ഇതാക്കുന്നതിനെക്കാട്ടിലും നല്ലത് വിൽ ഗോ വിത്ത് നോർമൽ ലോഡ്. നമുക്കതൊരു പമ്പ് കിട്ടിയാൽ മതി, അതിനു വേണ്ടിയാണ്. സോ അപ്പോൾ അതാണ് എനിക്ക് ഇതിൽ ഭയങ്കര പേടിയുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഹെവി പോവാത്ത നോർമലായിട്ട് ചെയ്ത് മാറാമെന്ന് നോക്കുന്നത്. സോ കം ലെറ്റ്സ് കംപ്ലീറ്റ് ദ സൈഡ് ലാഡർ റേസ്. വി ആർ ഗോയിങ് ഫോർ ദ ലാസ്റ്റ് സെറ്റ് സൈഡ് റേസിൻ്റെ. സോ ഇതും ഫെയിലിയർ തന്നെയാണ്. നമ്പേഴ്സ് ഓൾമോസ്റ്റ് ഒരു 15 numbers വരെ പോവുമായിരിക്കും. ഒരു ഓവറായിട്ട് ഞാൻ എൻഗേജ് ചെയ്യിക്കുന്നില്ല. ചെറിയ പെയിൻ ഉള്ളതുകൊണ്ട് ഒരു ആവറേജ് രീതിയിൽ പമ്പ് ചെയ്ത് വിടുന്നുള്ളൂ. ലെറ്റ്സ് ഗോ. One, 2, 3, 4. നമ്മൾ നമ്മുടെ സൈഡ് റേസ് അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡബിൾ ഹാൻഡ് ലാറ്റർ റേസസ് കൂടെ ചെയ്യാം. ഫോർ ദാറ്റ് നമുക്ക് ഇതിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് ചെസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സൈഡ് റേസ് ചെയ്യുന്നത്. നമ്മൾ 7.5 ചെയ്യുന്ന ഒരു മീഡിയം വെയിറ്റിൽ, ഒരുപാട് ഹെവി പോകുന്നില്ല, ഒരുപാട് ലോവും പോകുന്നില്ല, മീഡിയം വെയിറ്റിൽ ഹിറ്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6. Partial sets. 1, 2, 3, 4, 5, 6, 7, 8. What more? അയ്യോ. ബേസിക്കലി നമ്മൾ ചെസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി മൊമെൻറ്റം കുറച്ചായിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ നിന്ന് ചെയ്യുന്ന പോലെ ലൈക്ക് എടുത്ത് ഒലയ്ക്കൂല. ഇതാകുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡി മൊമെൻറ്റം സ്റ്റിക്ക് ഓൺ ചെയ്യും. കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ഷോൾഡേഴ്സിലേക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും. ദാറ്റ് 7.5 വാസ് പ്രിറ്റി ഈസി. ലൈക്ക് ഒരു 20 numbers എടുത്ത് ഒരു 18 to 20 numbers പോയി. പിന്നെ നമ്മൾ പാർഷ്യൽ സെറ്റ്സ് അടിച്ചാൽ ലൈക്ക് അപ്പോൾ നമുക്ക് 10 എടുക്കാം. 10 എടുത്തിട്ട് മാക്സിമം ഒരു 12 numbers ഓക്കെ ഫോമിൽ കിട്ടുവാണെങ്കിൽ ബാക്കി 10 numbers നമുക്ക് പാർഷ്യൽ അടിക്കാം. സോ അപ്പോൾ കുറച്ചുകൂടെ ഈവൻ പമ്പിങ് ആയിരിക്കും. ലെറ്റ്സ് ഗോ. One, super. 2, nice. 3, 4, 5, 8, 9, 10. 2. Easy. One more. One more. Partial. 1, 2, 3, 4, 5, 6, 7, 8, 9. Boom. Whew. Whew. Basic thing is, എല്ലാ സെറ്റും കഴിഞ്ഞിട്ട് യു ഹാവ് ടു ഫ്ലെക്സ്. ലൈക്ക് ഐ വിൽ ഷോ യു വൺ തിങ്. ഞാൻ കഴിഞ്ഞ ദിവസം ഹാരി റാംപാടിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് ഫ്ലെക്സിങ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് സി പമ്പിൻ്റെ ഒക്കെ ലൈക്ക് നോർമലി ഷോൾഡർ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്രസ് ചെയ്യും ആ ഒരു ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട്. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ് ഔട്ട്. എങ്ങനെയുണ്ട് നോക്കാം. ദിസ് ഇസ് ദ പമ്പ് ബോയ്സ്. പമ്പ് നല്ല ഇൻസെയിൻ പമ്പാണ് നമ്മൾ ആ ഒരു സാധനം ചെയ്ത് കഴിയുമ്പോൾ. ഇനി ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലും കൂടും. ലൈക്ക് ലുക്ക്
1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓ അതാണ് ഫ്ലെക്സിങ് സെറ്റ്. അങ്ങനെ ഫ്ലെക്സ് ചെയ്യണം. യെസ്, ഐ എം ഫീലിംഗ് സോ ഹാപ്പി. ലൈക്ക് കണ്ടീഷൻ ഈസ് ഗെറ്റിംഗ് ബെറ്റർ. എല്ലാം ഓൺ പോയിന്റിലാണ് പോകുന്നത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. Oh yeah. Whew. Well, let's go for the next set. And let's go for the last and final set. Okay. Let's go for the last and final set. അതും സെയിം മൂവ്മെൻ്റ് തന്നെയാണ്. ഫെയിലിയറിൽ നിന്ന് വിൽ ബി ഗോയിങ് ഫോർ ദ പാർഷ്യൽ സെറ്റ്സ്. Four, 5, 6, 7, 8, 5. പാർഷ്യൽ അടിക്കാം. പാർഷ്യൽ 1, 2, 3, 4, 5, 6, 7, 8. Two more. Killer pump. Oh yeah, and the pump is insane. That's it. That's how we roll. Vaya, poka vaya. Tirnu. Next up, we are going for the V-bar front raise. So why V-bar എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V-barൽ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടും. ലൈക്ക് റോപ്പ് ആകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോഴത്തേക്കും won't go anywhere. നമുക്ക് ആ പെർഫെക്റ്റ് സ്റ്റെബിലിറ്റിയിൽ ഫ്രണ്ട് റൈസ് ഫ്രണ്ടിലിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ലെറ്റ്സ് ഗോ. 1, 2, പതുക്കെ ഇറക്കണേ. 3, 4, നൈസ്. 5, 6, 3. Last one. Guys, വേണ്ട നീ. അപ്പം ഇത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പമ്പാവും ഡെൽറ്റ്. ഓൾറെഡി എനിക്ക് ഫ്രണ്ട് ഡെൽറ്റിനാണ് പെയിനുള്ളത്. സോ അപ്പം എനിക്ക് ഒരുപാട് വെയിറ്റ് ലോഡ് ചെയ്ത് പൊക്കാനും പറ്റത്തില്ല. എനിക്ക് പേടിയാണ്, ലിറ്ററലി എനിക്ക് പേടിയാണ്. സോ ഐ കാൻ ഡു നത്തിങ് മോർ ഓൺ ദിസ്. ലൈക്ക് ഒരു പ്ലേറ്റും കൂടെ കൂട്ടാൻ തോന്നുന്നു. ഇനിയും പ്ലേറ്റ് പോകും, പക്ഷേ കൈക്ക് ചെറിയ പെയിനുള്ളതുകൊണ്ട് ഐ എം നോട്ട് ടേക്കിംഗ് എനി ചാൻസസ്. ഇങ്ങനെ തന്നെ പോവാം. ഐ തിങ്ക് ഐ വിൽ ആഡ് ഇൻ വൺ മോർ പ്ലേറ്റ്. മിനിഫൈൽ വിൽ ഗോ ഫോർ ദ ഫെയിലിയർ. ലെറ്റ്സ് ഗോ. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഹാൻഡ് ഷുഡ് ബി ലൈക്ക് ദിസ്. 1, 2, നൈസ്. 3, 4, 3, 4. One more. Oh. So after every set, നമ്മൾ flex. 1, 2, 3, 10. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ആൻഡ് സൈഡ് ഡെൽസിൻ്റെ വർക്കൗട്ട് റാപ്പ് ചെയ്തു. ഇനി സീറ്റഡ് റെയർ ഫ്ലൈസും കൂടെ ഉണ്ട് റെയർ ഡെൽറ്റിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ അതിന് be going for ഒരു 12.5. Okay, bend like this and 1, 2, 3, 4, 5, 4, 5. Oh, cool. 10. 1, 2, 3, 4. എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്, ബ്രോ ഷോൾഡറിൻ്റെ വർക്കൗട്ട് ബ്രോ ഷോൾഡറിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. സോ ഞാൻ ബേസിക്കലി ഷോൾഡേഴ്സിന് ചെയ്യുന്നത് ഇങ്ങനത്തെ ഐസൊലേഷൻ മൂവ്മെൻറ്റ്സ്, ലെഗ് ഫ്ലൈ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഷോൾഡർ പ്രസ് ഒക്കെയാണ്. നോർമൽ ഫ്രണ്ട് പ്രസ്സും കാര്യങ്ങളൊക്കെ. അതിനകത്ത് ഒരുപാട് ഫാൻസി വർക്കൗട്ട്സ് ആഡ് ചെയ്യാറില്ല. സോ ബേസിക് നമ്മുടെ ഈ 3 ഹെഡ് ടാർഗറ്റ് ചെയ്താൽ മാത്രം മതി.
നമ്മൾ ഒരുപാട് ഫാൻസി വർക്കൗട്ട്സ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബേസിക്കലി നേരെ പോലുള്ള വർക്കൗട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഷോൾഡർ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ആവും. സോ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യമാണ് റിക്കവറി എന്ന് പറയുന്നത്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു സാധനത്തിനെ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ, ഓവർ ടൈം പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് ടയേർഡായിരിക്കും. അതിനെ ബേസിക്കലി നിങ്ങളൊരു കാര്യം വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, നിങ്ങളുടെ ജോബ് ടൈമിംഗ് എന്ന് പറയുന്നത് 9 to 5 ജോബാണ്. നിങ്ങളുടെ അടുത്ത് പറയുകയാണ് 5 to 12 അല്ലെങ്കിൽ ഓവർനൈറ്റ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങളുടെ അടുത്ത് 9 to 5 തന്നെ വരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ദിവസം നിങ്ങളുടെ ഫുൾ നിങ്ങൾ ഡാമേജ്ഡ് ആയിരിക്കും. ഉറക്കം ശരിയാവില്ല, ടയേർഡായിരിക്കും, മനസ്സിലായോ? സോ അപ്പം അന്ന് ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ എംപ്ലോയിക്ക് റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ അയാൾ നല്ല റിക്കവർ ആവും. പിറ്റേ ദിവസം അയാളുടെ വർക്ക് സ്റ്റെബിലിറ്റി കൂടും, വർക്ക് പ്രഷർ കുറയും, മനസ്സിലായോ? പുള്ളിയും എൻഗേജ്ഡ് ആയിരിക്കും, നല്ല രീതിയിൽ ചാടി വർക്ക് ചെയ്യും. സോ അപ്പോൾ സെയിം തിങ് ഫോർ ദ മസിൽസ്. നമ്മൾ മസിൽ ഭയങ്കര ഹെവി ആയിട്ട് കില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ വന്നിട്ട് പിന്നെ ആ മസിലിനെ റീട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മസിലിന് വേണ്ട റെസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ ഈ സെയിം ഇക്വേഷൻ നമ്മുടെ മസിൽസിനും വരും. നമ്മൾ ഡാമേജ്ഡ് മസിൽസിന് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്തില്ലെങ്കിൽ, നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്രോട്ടീനാണ് ഇത് പാച്ച് ചെയ്യണേ. സോ അപ്പം മസിൽസ് പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്രോട്ടീൻ സോഴ്സ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മസിൽസ് ഗ്രോ ആവില്ല. നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്രമാത്രം വെയിറ്റ് എടുത്ത് ലോഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാതെ, പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടാതെ നമ്മുടെ മസിൽസ് ഗ്രോ ആവില്ല. അതൊരു ഫാക്റ്റാണ്. നമ്മൾ എത്രമാത്രം വെയിറ്റ് എടുത്ത് അടിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മസിൽസ് വീക്ക് ആവുകയുള്ളൂ, മസിൽ ഗ്രോ ആവില്ല. സോ അപ്പോൾ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏത് മസിൽ ഗ്രൂപ്പിലാണെങ്കിലും പ്രോപ്പർ റിക്കവറി ആൻഡ് റെസ്റ്റ് കൊടുത്ത് തന്നെ വർക്കൗട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം ചെയ്യാൻ പോകരുത്, നിങ്ങളുടെ ബോഡി ക്ഷീണിക്കത്തുള്ളൂ. നിങ്ങൾ പ്രോപ്പർ ഡയറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ക്ഷീണിച്ച് പോകും, നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റൊട്ടീനിലാണ് എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന റിസൾട്ട് ഉണ്ടായേക്കണേ. എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ചെറിയ റിസൾട്ട് ഇപ്പോൾ ഉണ്ടായേക്കണേ ഞാൻ കഴിഞ്ഞൊരു 2 years ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. സോ അപ്പം വർക്ക് ചെയ്യുക, പണിയെടുത്തുകൊണ്ടിരിക്കുക. അറ്റ് സം പോയിൻറ്റ് നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ ഡ്രീം ഫിസിക്കിലേക്ക്. അതെനിക്ക് ഉറപ്പ് വരാൻ പറ്റും. വർക്ക് ഹാർഡ്, ട്രെയിൻ ഹാർഡ്, ഈറ്റ് ബെറ്റർ, സ്ലീപ്പ് ബെറ്റർ. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ അപ്പം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെറ്റിലേക്ക് പോകാം. ബൂം, വി ആർ ഗോയിങ് ഫോർ ദ ലാസ്റ്റ് സെറ്റ് ഫോർ അവർ റെയർ ഡെൽറ്റ് rare flies. Let's go. 3, 2, 1. Boom. Set. പിന്നെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ ഞാൻ വേറെ ആരുടെയും എക്സാമ്പിൾ എടുക്കുന്നില്ല. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ, ഞാൻ വെയിറ്റ് ലോഡ് ചെയ്തതിനെക്കാട്ടിലും വർക്കൗട്ട് ചെയ്തതിനെക്കാട്ടിലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഡയറ്റിലാണ്. സോ ഞാൻ എവിടെ പോയാലും ഞാൻ കൺട്രോൾ ചെയ്തും അതുപോലെ തന്നെ സാക്രിഫൈസ് ചെയ്തും പലതും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. അതെൻ്റെ ബോഡി കൊണ്ട് മാത്രമല്ല, എൻ്റെ മെൻ്റലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എൻ്റെ കരിയർ ഓറിയൻറ്റഡ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു കൺസിസ്റ്റൻസിന്നാണ്. ഈ ഒരു ഡെഡിക്കേഷനും കൺസിസ്റ്റൻസിയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് ഡയറ്റ് എടുക്കാനും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാനും പ്രോപ്പറായിട്ട് നിങ്ങളെ നോക്കാനുള്ളൊരു പ്രയോറിറ്റി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാൽ എന്തും ചെയ്യും. കാരണം അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല. ഡയറ്റ് എടുക്കുക, ഇന്നതിടാതെ അത് കഴിക്കാതെ ഇത് കഴിക്കാതെ നിങ്ങൾക്ക് ഒരൊറ്റ ഡയറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, പലരുടെയും ഇടയിലിരുന്ന് ഡയറ്റ് കഴിക്കാൻ പറ്റുക. സോ ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. അതിപ്പം എൻ്റെ കാര്യം മാത്രമല്ല, ഐ നോ ദാറ്റ് എല്ലാ ബോഡി ബിൽഡേഴ്സും അല്ലെങ്കിൽ എല്ലാ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ദോസ് ഹു ആർ ഡൂയിങ് ദാറ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അതൊക്കെ ഒരു സാക്രിഫൈസാണ്. നമ്മൾ എന്തോരം കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം റിസൾട്ട് എന്തും ആയിക്കോട്ടെ, നമുക്ക് ഫീൽ ബെറ്റർ, അതാണല്ലോ മെയിൻ തിങ്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കണം. അല്ലാതെ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ടോ, മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ടാക്കുന്നുണ്ടോ, അതല്ല. നിനക്ക് ആർ യു 100% കോൺഫിഡൻറ്റ് ദാറ്റ് ഇത് ചെയ്താൽ നിനക്ക് സന്തോഷം കിട്ടും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ നീ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഗോ ഡു ഇറ്റ്. അത് വേറൊരു രീതിയിലും നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമില്ല.
നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യുക, അതാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ടു ഡു സച്ച് തിങ്സ് ചെറുതല്ല. അത് ചെറുതായിട്ടെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. സോ അപ്പം സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇത് ചെയ്യുന്ന ആൾക്കാർ ബുദ്ധിമുട്ടാതെ, ബുദ്ധിമുട്ടാവൊന്നും നടക്കില്ല. നമ്മൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്ത് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. സോ കീപ് പുഷിങ്, ഗേൾസ് ആൻഡ് ബോയ്സ്, എവ്രി വൺ കീപ് പുഷിങ്. ചിലരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ പോയി 1-2 മാസത്തിൽ ഇതുപോലെയൊക്കെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ അയാളെപ്പോലെ ആവാം എന്നുള്ളൊരു തോന്നലാണ് ചിലർക്ക്. കംപ്ലീറ്റ്ലി റോങ്. 2 മാസത്തിൽ കുറച്ച് ഫാറ്റ് കുറയുമായിരിക്കും, അല്ലാതെ നിങ്ങൾക്ക് മാരകമായ ചേഞ്ചുകളൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ സ്കെഡ്യൂളും ഫോളോ ചെയ്ത് വർഷങ്ങളായിട്ട് കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രീം ഫിസിക്കിലേക്ക് എത്തിച്ചേരത്തില്ല. സോ അപ്പം എനിക്ക് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, പ്ലീസ് സ്റ്റിക്ക് ഓൺ ടു യുവർ ബേസിക്സ്. ഞാൻ കേട്ട് മറന്നൊരു കാര്യമുണ്ട്. ലൈക്ക് ഇപ്പം ഒരു ബിഗിനർ ജിമ്മിൽ ജോയിൻ ചെയ്തു, ഹി ഹാവ് എ ഗുഡ് ജെനറ്റിക്സ് എന്ന് വെച്ചോ. ലൈക്ക് അപ്പം ചിലപ്പോൾ അവൻ ഒരു 4 ആഴ്ചയോ 5 ആഴ്ചയോ ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ നല്ല ചേഞ്ചസ് വന്നു തുടങ്ങും ബോഡിയിൽ. സോ അപ്പോൾ അങ്ങനത്തെ ചേഞ്ചസ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ അവിടുത്തെ ട്രെയിനേഴ്സോ കോച്ചസോ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സോ ഒക്കെ പറയും, എടാ നിനക്ക് ചേഞ്ചസ് വരുന്നുണ്ടല്ലോ, സോ അപ്പം നീ എൻഹാൻസ് ചെയ്യ്, നീ മെഡിസിൻ എടുക്ക്, സ്റ്റിറോയിഡ്സ് എടുക്ക്, ഇതിനും ബെറ്റർ ആവും, നല്ല അടിപൊളി ഫിസിക്ക് വരും. എന്നിട്ട് അയാളെ കാണിച്ചു കൊടുക്കും ഇൻസ്റ്റാഗ്രാമിൽ, ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇയാൾ അടിപൊളിയാണ്. സോ അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് ചിലപ്പം ആ പയ്യനാണ് അല്ലെങ്കിൽ ഒരു യങ്സ്റ്ററാണ്, അവൻ എപ്പോഴും ഫാൻറ്റസിയുടെ ആളാണ്. ലൈക്ക് അവനും ആഗ്രഹം കാണും 6 പാക്ക് വരണം, ആ ബോഡി ആവണം, ഈ ബോഡി ആവണം, അയാളെപ്പോലെ ആവണം. സോ അപ്പം അവൻ ഇത് കേട്ട് എൻഹാൻസ് ചെയ്യും. അവൻ കോൺസ് ഒന്നും നോക്കില്ല, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കില്ല, റിസൾട്ട് മാത്രമേ അപ്പം എൻ്റെ മനസ്സിൽ കാണുള്ളൂ. ഈ പറയുന്ന ആരും കൂടെ കാണില്ല. എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് യു ആർ എൻഹാൻസ്ഡ്, ടേക്ക് മൈ വേർഡ്, വൺസ് നിങ്ങൾ കുത്തിക്കഴിഞ്ഞാൽ യു ആർ എൻഹാൻസ്ഡ്. വാട്ട് എവർ കോസ്റ്റ് ഇറ്റ് മേ ബി, യു ആർ എൻഹാൻസ്ഡ്. അത് നിങ്ങൾ എത്ര വർഷം എത്രയൊക്കെ PCT ചെയ്തെന്ന് പറഞ്ഞാലും എത്രയൊക്കെ വാഷ് ഔട്ട് ചെയ്തെന്ന് പറഞ്ഞാലും യു ആർ എൻഹാൻസ്ഡ്. അങ്ങനെ ആൾക്കാരും സൊസൈറ്റി നിന്നെ കാണുള്ളൂ. സോ if you have a chance to stick on to naturally to achieve a natural potential from your side, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ലൈക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് നാച്ചുറൽ പൊട്ടൻഷ്യലിൽ നിങ്ങളുടെ ബോഡി എന്തോരം കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. സോ ദാറ്റ് ഇസ് വാട്ട് വി നീഡ്. നമ്മൾ നാച്ചുറലായിട്ട്, നമ്മുടെ ബോഡി നാച്ചുറലാണ്, നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഏത് രീതി വരെ നമുക്ക് നാച്ചുറൽ പൊട്ടൻഷ്യലിൽ കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ പ്ലാനിങ് ടു ഗെറ്റ് ടു ഡു എ ബോഡി ബിൽഡിംഗ് ഷോ ഓർ നാഷണൽ ഷോ, ഇൻ്റർനാഷണൽ ഷോ, അങ്ങനത്തെ ഷോസൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എൻഹാൻസ്ഡ്, ബട്ട് അണ്ടർ എ ഗുഡ് കോച്ച്. നല്ല ട്രെയിനറിൻ്റെയും കോച്ചിൻ്റെയും താഴെ മാത്രം വർക്ക് ചെയ്യുക. പലരും പറയുന്ന കേട്ടും പലരും പറയുന്ന ചെയ്യുന്നത് കണ്ടും മാത്രം നിങ്ങൾ അതും ഇതും കുത്താൻ നിൽക്കരുത്. ബേസിക്കലി അതാണ് ഏറ്റവും പ്രശ്നം. മനസ്സിലായി? ഐ ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു ആർ എൻഹാൻസ്ഡ്, നാച്ചുറൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. സോ അപ്പം എനിക്കറിയാം, ഞാൻ എൻ്റെ ക്ലയൻസിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളോടും ജിമ്മിലുള്ള പിള്ളേരോടും എല്ലാം പറയുന്ന കാര്യം ഇതാണ്, തിങ്ക് ബിഫോർ യു ഡു, തിങ്ക് വൈസ്ലി. കാരണം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം കാണ്. നിൻ്റെ പൊട്ടൻഷ്യൽ നീ മനസ്സിലാക്കാതെ നീ കുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ അപ്പം എല്ലാം അതിന് പോയി. ആൾക്കാരെന്ത് പറയും? നീ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും, ഐ നോ ദാറ്റ് എൻഹാൻസ്ഡ് അത്ലീറ്റ്സ് ആൻഡ് ബോഡി ബിൽഡേഴ്സ് ആർ വർക്കിംഗ് ഫക്കിംഗ് ഹാർഡ് ടു മേക്ക് ദെയർ ഗെയിൻസ്. പക്ഷെ ആൾക്കാരെന്താ പറയുക? ഇഞ്ചക്ഷനാണ്. പോയില്ലേ? ഐ നോ ദാറ്റ്. എൻ്റെ ഫ്രണ്ടും എൻ്റെ കോച്ചും ഒക്കെ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സാണ്. അവന്മാർ സഹിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അവന്മാർ എന്തോരം പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ അപ്പോൾ കുത്തിയാൽ മാത്രം മസിൽ വരില്ല, വർക്കൗട്ടും കൂടെ ചെയ്യണം. നല്ല രീതിയിൽ വർക്കൗട്ട് എടുത്ത് ഡയറ്റ് എടുത്ത് എനിക്കത് പറയേണ്ട എങ്ങനെ തരത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ആദ്യം നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പേ ഇത് ആലോചിക്കുക, ഇത് ചെയ്ത് ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയും ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അവരുടെ മുഖം അതുപോലെ ആയിരിക്കും, വേണോടാ എന്ന രീതിയിലായിരിക്കും. സോ തിങ്ക് വൈസ്ലി, അതെനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു ടെൽ യു. എൻ്റെ വീഡിയോ കാണുന്നതും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം അതാണ്, ബി നാച്ചുറൽ, കോമ്പീറ്റ് നാച്ചുറൽ, ഓൾവേസ് ബി നാച്ചുറൽ. സോ അപ്പോൾ നമ്മൾ നമ്മുടെ മോർണിംഗ് സെഷൻ റാപ്പ് ചെയ്തു. ഐ തിങ്ക് എൻ്റെ കാർ ഇപ്പോൾ കിട്ടുന്നൊന്നുമില്ല, കാർ ലേറ്റ് ആവും, കാറ് ഒരു 1 o'clock ഒക്കെ ആവും. സോ അപ്പം ഐ തോട്ട് വീട്ടിൽ പോയിട്ട് മീലെടുത്തിട്ട് വൈകിട്ട് വല്ലതും പോയി കാർ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകേണ്ടി വരും.
ഓക്കേ, വേറെ എടുക്കാനല്ലോ കുറച്ച്. അപ്പോൾ ഓക്കെ ബൈ, ടാറ്റ. അപ്പോൾ ഐ എം ബാക്ക് ആഫ്റ്റർ മൈ വർക്കൗട്ട്. ഞാൻ വന്നു, ഇപ്പോൾ ഫ്രഷായി. അവിടുന്ന് ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്കും ഷോറൂമിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു ലൈക്ക് കാറ് 12:30 തരാം എന്ന രീതിയിൽ. സോ അപ്പോൾ ഞാൻ അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പോയി. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ചെന്നു, അവിടെ കുറേ പോസ്റ്റ് കിട്ടി. അവിടെ നിന്ന് കാറെടുത്തു, തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ എനിക്ക് പോസ്റ്റ് വർക്കൗട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പോസ്റ്റ് വർക്കൗട്ട് ഞാൻ കഴിച്ചത് നേരത്തെ വീഡിയോയിലപ്പോൾ തന്നെ 5 എഗ് വൈറ്റ്സ്, 1 വോൾ എഗ്, അതിൻ്റെ കൂട്ടത്തിൽ 100 ഗ്രാം റൈസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാർബ് ലോഡിങ് പ്രോസസ്സിൽ ലൈക്ക് ഇപ്പോൾ ഒരു 100 ഗ്രാം റൈസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ പ്രയാണം എന്നൊക്കെ പറയുന്ന പോലെ, ഡോറയുടെ പ്രയാണം എന്ന് പറയുന്ന പോലെ ഗൂഗിളിലെ പ്രയാണം. സോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ, ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. സോ അപ്പം അൺടിൽ ദെൻ, ഗോകുൽ സൈനിങ് ഓഫ്. ബൈ ബൈ.